നമസ്കാരം. റെറ ഡെസിഗ്നേറ്റഡ് ബാങ്ക് അക്കൗണ്ട് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ തരുന്ന ഒരു ടോപ്പിക്. എസ്റ്റേറ്റ് ഇൻസൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, റെറ ഡെസിഗ്നേറ്റഡ് ബാങ്ക് അക്കൗണ്ട് എപ്പോഴും നമ്മൾ റെറയെ സംബന്ധിക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഒരുപാട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എന്തിനാണ് ഈ ബാങ്ക് അക്കൗണ്ട്? എനിക്ക് ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, ഞങ്ങളുടെ കമ്പനിക്ക് ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ട്, ഇതൊരു ഇസ്ക്രോ അക്കൗണ്ട് ആണോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. എന്നാൽ കേട്ടോളൂ, ഇതൊരു വളരെ സിമ്പിൾ കാര്യമാണ്. അതായത് ഒരു റെറ രജിസ്ട്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു പ്രൊമോട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഒരു ഡെസിഗ്നേറ്റഡ് ബാങ്ക് അക്കൗണ്ട് സെപ്പറേറ്റ്ലി തന്നെ വേണം. പിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ നിങ്ങൾക്കൊരു റെറ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഫോം 1 എന്ന് പറഞ്ഞൊരു ബാങ്കർ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. റെറ രജിസ്ട്രേഷൻ്റെ ഒരു മാൻഡേറ്ററി ചെക്ക് ലിസ്റ്റ് ആണത്. സോ അത് ഈ ഒരു ഡെസിഗ്നേറ്റഡ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയാൽ മാത്രമേ അത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി ചോദിക്കുന്നത്, എന്തിനാണ് ഈ ഒരു അക്കൗണ്ട്? അതെ, ഇത് പ്യുവർലി അലോട്ടേഴ്സിന് ഒരു ട്രാൻസ്പെറൻസി കൊടുക്കാനായിട്ടാണ്. അവർ പേ ചെയ്യുന്ന എമൗണ്ട് അവരോട് അറിയണം, ഇത് കറക്റ്റായിട്ട് തന്നെ ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യുകയാണോ, അങ്ങനെ കിട്ടുന്ന ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയാണ് ഈ ഒരു ഡെസിഗ്നേറ്റഡ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ മറ്റൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് 70-30 റേഷ്യോ. അതായത് എമൗണ്ട് കളക്ട് ചെയ്യുന്നതിൻ്റെ 70% ഏതൊരു അക്കൗണ്ടിലേക്ക് പോകും, 30% മറ്റൊരു അക്കൗണ്ടിലേക്ക് പോകും. ഇതൊക്കെ എന്താണ്? ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സെക്ഷൻ 4(2) പ്രകാരം 70%, അതായത് നിങ്ങൾ കളക്ട് ചെയ്യുന്ന അലോട്ടീസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 70% ഞാൻ ഈ പറഞ്ഞ റെറ ഡെസിഗ്നേറ്റഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. ആ 70% എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, അത് നിങ്ങളുടെ പ്യുവർലി ലാൻഡ് അക്വിസിഷൻ കോസ്റ്റിന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിന് യൂട്ടിലൈസ് ചെയ്യാം. ഇത് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതാണ്, എങ്ങനെ ഞാൻ ഈ ഒരു ഫണ്ട് ഈ അക്കൗണ്ടിന് എടുക്കും? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ആ സ്റ്റേജ് കംപ്ലീറ്റഡ് ഒക്കെ ആണോ കറക്റ്റ് എങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അതുപോലെ തന്നെ ഒരു എഞ്ചിനീയറുടെയും ഒരു ആർക്കിടെക്റ്റിന്റെയും സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങൾക്ക് അതോറിറ്റിയിൽ അപ്ലൈ ചെയ്താൽ ആ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റും ഈ 70% അക്കൗണ്ടിൽ നിന്നും. ഓർക്കുക, ഈ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയൊരു ഫണ്ട് മറ്റൊരു കാര്യത്തിലേക്കും ഡൈവേർട്ട് ചെയ്യാതെ പ്രൊജക്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആക്ട് 4(3) ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഇത് കാരണം ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അത് എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അലോട്ടീസിന് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുകയാണ്. അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ കൊടുത്തേക്കുന്ന ഈ ഫണ്ട് എന്തെല്ലാം കാര്യത്തിന് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ക്വാർട്ടർലി അപ്ഡേറ്റ്സ്, ഈ ക്വാർട്ടർലി അപ്ഡേറ്റ്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ യൂട്ടിലൈസേഷൻസ് എല്ലാം അതിനകത്തിൽ അപ്ലോഡ് ചെയ്യും. അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് പ്രകാരം അതിനകത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്തിൽ വ്യക്തമാക്കും. ഒരു അലോട്ടിക്ക് മനസ്സിലാവും, ഓക്കെ, ഞാൻ കൊടുത്തിരിക്കുന്ന ഫണ്ടിന് ഇതൊക്കെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നു. സോ അങ്ങനെ ഒരു പ്രോപ്പർ രീതിയിൽ ഞാൻ ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അതിനകത്തിൽ എൻഷുർ ചെയ്യുകയാണ് ഈ ഒരു പെർട്ടിക്കുലർ റെഗുലേഷൻസ് കാരണം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു കാര്യം, ഈ 30% എന്താണ്, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊമോട്ടേഴ്സിന് ആ 30% നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ തന്നെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റിക്കും അതുപോലെ തന്നെ അതർ പ്രൊജക്ട് റിലേറ്റഡ് ആവശ്യങ്ങൾക്കും ഈ ഒരു 30% ഫണ്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഗൈഡ് ലൈൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് കംപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. ഇനിയും കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും റിലേറ്റഡ് ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ അടുത്തൊരു വീഡിയോ ഞാൻ അതനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതുപോലെ മറ്റൊരു റിയൽ എസ്റ്റേറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. ഞാൻ കൃഷ്ണപ്രസാദ്, പ്രിൻസിപ്പൽ കൺസൾട്ടൻറ്റ്, റെറ കൺസൾട്ടൻസ് LLP. താങ്ക് യു.